കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി ഉള്ള മണിക്കൂറുകൾ ഏതാണ്ട് 43 ഇടങ്ങളിലായിട്ടാണ് 140 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുക. ആദ്യ ഫലസൂചന ഏതാണ്ട് 8:30 എത്തിത്തുടങ്ങും. ആ അർത്ഥത്തിലുള്ള പുരോഗതി ഏതാണ്ട് 9 മണി 10 മണിയാകുമ്പോൾ തന്നെ നമുക്ക് ട്രെൻഡ് കൃത്യമായി അറിയാനാകുന്ന തരത്തിലേക്കാണ് വോട്ടെണ്ണലിൻ്റെ രീതി സ്വാഭാവികമായും ഉണ്ടാവുക, പുരോഗമിക്കുക. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ തുടരണമെന്ന് 33% പേർ, അതായത് ഏറ്റവും കൂടുതൽ പേർ പിണറായി വിജയനാണ് വോട്ട് ചെയ്തത് എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളുടെ കാര്യം നോക്കിയാൽ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളിലും ഒരു 10 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള ടൈറ്റ് ഫൈറ്റ് സൂചിപ്പിക്കുന്നത്. 2 തവണ ഭരണം തുടർന്നിട്ടും വിരുദ്ധ വികാരമില്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചന തന്നെയാണ് എക്സിറ്റ് പോളുകളുള്ളത്. പക്ഷേ എക്സിറ്റ് പോളുകളുടെ കണക്കുകളിൽ ചില പ്രശ്നങ്ങൾ കണ്ടു. നമ്മൾ സ്വാഭാവികമായും ഏറെക്കുറെ ചർച്ച ചെയ്തതാണ്. ഈ ഒരു ഘട്ടത്തിൽ LDFൻ്റെ ഭരണ തുടർച്ചയാണ് കാണുന്നത്. എന്നാൽ ഭരണമാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയും UDF കേന്ദ്രത്തിന് ശക്തമായുണ്ട്. തങ്ങളുടെ സീറ്റും വോട്ട് ഷെയറും വർദ്ധിപ്പിക്കാനാകും, പുതിയ മണ്ഡലങ്ങളിലേക്ക് തങ്ങൾക്ക് കയറാനാകും എന്ന വിശ്വാസമാണ് BJP നേതൃത്വം നൽകുന്ന NDAയ്ക്കുമുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലുകൾ പുരോഗമിക്കുന്നൊരു വേളയിലാണ് എന്താകും കേരളം കുറിച്ചു വെച്ചിട്ടുണ്ടാവുക നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് തെക്കൻ ജില്ലകളുടെ വിവരങ്ങളിലേക്ക് പോകാം. അവിടെ നിന്നും ഷീജ ചേരും. പിന്നീട് മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാലും വടക്കൻ കേരളത്തിലെ മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് PV കുട്ടനും വിവരം തരും. ആദ്യം നമുക്ക് തെക്കൻ കേരളത്തിലേക്ക് തന്നെ പോകാം. ഷീജ ഉണ്ട്. ഷീജ, ഏതൊക്കെ തരത്തിലാണ് LDFൻ്റെ കണക്കൂട്ടൽ, എന്തൊക്കെയാണ് UDF കാണുന്നത്? NDAയുടെയും പ്രതീക്ഷ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് മോശമല്ല. തീർച്ചയായും അജിംഷാദ്, ഇനിയിപ്പോൾ ഒരു ദിവസം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഒരു ദിവസം പിന്നിടുമ്പോൾ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ കൃത്യം വോട്ടെണ്ണൽ ആരംഭിക്കുന്നതായിരിക്കും. ആദ്യഘട്ടത്തിൽ നമുക്കറിയുന്നത് പോലെ തന്നെ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി അതിൻ്റെ ആദ്യ ഫലസൂചന 8:15 തന്നെ പുറത്തു വരുന്നതായിരിക്കും. കൃത്യം 8:30 തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളുടെ കൗണ്ടിങ് അതും ആരംഭിക്കുന്നതായിരിക്കും. പിന്നീട് വേഗത്തിൽ തന്നെയായിരിക്കും ഫലം പുറത്തു വന്നു തുടങ്ങുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവും. ഏതായാലും കൃത്യമായ ഒരു ധാരണ, ഏത് രീതിയിലാണ്, ഏത് ദിശയിലേക്കാണ് കേരളം നീങ്ങുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായ ചിത്രം അത് ഒരു 10 മണിയോടുകൂടി തന്നെ ലഭ്യമാകുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലും തന്നെയാണ് LDFും UDFും ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. അതിൽ LDFൻ്റെ ആത്മവിശ്വാസത്തിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിനുള്ള ഒരു അംഗീകാരം, അതിനുള്ളൊരു തുടർച്ച ആവശ്യമാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എക്സിറ്റ് പോളുകളിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് LDF ക്യാമ്പിൽ ഉയരുന്ന വലിയ ആത്മവിശ്വാസത്തിന് കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനാകുന്നത് പിണറായി വിജയനാണ് എന്നുള്ളതും എക്സിറ്റ് പോൾ പറയുന്നു. അപ്പോൾ ഉറപ്പായും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ LDFൻ്റെ ഭരണ തുടർച്ച അത് തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. പലയിടങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുമുണ്ട്. പക്ഷേ ആ മണ്ഡലങ്ങളിലും കൃത്യമായ രീതിയിൽ പോരാട്ടം നടക്കുമ്പോൾ അവസാന ഘട്ടം വിജയം LDFനൊപ്പം തന്നെയായിരിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് ഇടത് ക്യാമ്പിൽ കാണാൻ സാധിക്കുന്നത്. കാരണം അതിനൊരു യുക്തിയുള്ളത്, പല വിധത്തിലുമുള്ള സ്റ്റഡി, അതായത് പ്രീ പോളും അല്ലെങ്കിൽ പോളിന് ശേഷവും ഒക്കെ നടന്നിട്ടുള്ള പല വിധത്തിലുള്ള സ്റ്റഡികൾ, ഞാൻ എക്സിറ്റ് പോൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ എല്ലാം കണ്ടിട്ടുള്ളത് നിലവിലുള്ള MLAമാർക്കാർക്കും എതിർപ്പില്ല. ഭരണപക്ഷത്തിലുള്ള MLAമാർക്കാർക്കും നിലവിലുള്ളത് എതിർപ്പില്ല. നമുക്കറിയാം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 14-ൽ 13 LDFനൊപ്പമായിരുന്നു. കോവളം മാത്രമാണ് മാറിയുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് നോക്കിയാൽ 11-ൽ 9, അതായത് കുണ്ടറയും കരുനാഗപ്പള്ളിയും ഒഴിച്ചുള്ള എല്ലാം ഭദ്രമായിരുന്നു. പത്തനംതിട്ടയെ സംബന്ധിച്ച് 5-ൽ 5, ആലപ്പുഴയെ സംബന്ധിച്ചാണെങ്കിൽ ഏതാണ്ട് 9-ൽ 8 ഒക്കെ LDFനൊപ്പമാണ്. അപ്പം നിലവിലുള്ള MLAമാർക്കാർക്കും എതിർപ്പില്ല എന്ന് പറയുന്നു, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നു. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അടിത്തട്ടിലെ പരിശോധനകൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്നും വലിയ മാറ്റവും പുരോഗതിയും ഉണ്ടായ രാഷ്ട്രീയ സിനാരിയോകൾ നമ്മൾ എല്ലാം നോക്കിയാൽ പരിശോധിച്ചാൽ LDFൻ്റെ ആ പ്രതീക്ഷയ്ക്ക് ഒരു കണക്കുണ്ട്. പക്ഷേ UDF ആകട്ടെ അങ്ങനെയല്ല. UDF കാണുന്നത് ഒരൊറ്റ കണ്ണ് മാത്രമാണ്. ഈ 2 ടേം ഉണ്ടായി, അത് മാറണം, ഇതാണ് കേരളത്തിൻ്റെ ചിന്ത എന്ന ഒരു
ഓട്ടിച്ചുള്ള കണക്ക് മാത്രമാണ് UDFിൻ്റെ പക്കലുള്ളത്. അല്ലേ ഷിജ? നമുക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും അജിംഷാദ്, അതായത് LDF ഈ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് UDF അവകാശപ്പെടുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുമൊക്കെ കണ്ടതാണ്. 100+ സീറ്റുകൾ എന്നുള്ളതായിരുന്നു അവരുടെ അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് ആ രീതിയിൽ 100+ വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്സാരം കേവല ഭൂരിപക്ഷത്തിലേക്ക് എങ്കിലും എത്തണമെങ്കിൽ ഈ LDFിൻ്റെ സിറ്റിംഗ് MLA-മാരെ തോൽപ്പിച്ച് ആ സീറ്റുകൾ പിടിച്ചെടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് വരണമെങ്കിൽ ഏകദേശം നിലവിലുള്ള ഈ സിറ്റിംഗ് MLA-മാർ, ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് MLA-മാരെ 30ഓളം പേരെങ്കിലും തോൽപ്പിക്കേണ്ടി വരും. പക്ഷേ അതിന് ആ രീതിയിൽ UDFിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് LDFിൻ്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 100+ എന്നത് അവർ അവകാശപ്പെടുമ്പോഴും ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ മാത്രം എടുക്കുകയാണെങ്കിൽ എക്സിറ്റ് പോളിൽ എവിടെയും ഒരു വലിയ ഭൂരിപക്ഷം UDFിന് പറയുന്നില്ല. LDFിന് 68 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു. UDFിലേക്ക് എത്തുമ്പോൾ അത് 78, 80, ഏറ്റവും ഉയർന്നത് 90 അതിനപ്പുറത്തേക്ക് കടന്നിട്ടില്ല. അപ്പോൾ വലിയൊരു ഭൂരിപക്ഷം UDFിന് ലഭിക്കും. കഴിഞ്ഞ തവണ ചാണക്യയുടെ ആയിരുന്നു ഏകദേശം LDFിൻ്റെ വലിയൊരു ട്രെൻഡ് പറഞ്ഞിരുന്നത്. ഏതാണ്ട് 102 സീറ്റ് വരെയാണ് പറഞ്ഞിരുന്നത്. ആ ചാണക്യ ഇത്തവണ 68 സീറ്റ് LDFിനും 78 UDFിനും കാണുന്നത്. അതായത് 10 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സ്വാഭാവികമായും 15 സീറ്റിലോളം ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സീറ്റുകളുണ്ട്. ആ 15-ൽ ബഹുഭൂരിപക്ഷവും LDFിന് മേൽക്കൈയുള്ളതാണ്, ചെറിയ വോട്ടിൻ്റെ ഷെയറിൽ പോലും. ഇങ്ങനെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ 15-ൽ നിന്ന് ഒരു 5ഓ 6ഓ വന്നാൽ തന്നെ LDFിന് ആ അർത്ഥത്തിൽ ചാണക്യയുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ അല്ലേ? തീർച്ചയായും അത് ചാണക്യയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും മറ്റുള്ളവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും നമ്മൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണേണ്ടത് അജിംഷാദ്, ചിലർ 5 സീറ്റിൻ്റെ വ്യത്യാസം LDFും UDFും തമ്മിൽ കാണുന്നു. ചിലർ അതിൽ 7ലേക്ക് വരുന്നു, ചിലർ 9ലേക്ക്, കൂടിപ്പോയാൽ 10. ആ രീതിയിലുള്ളൊരു മാറ്റം മാത്രമാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ കൂടുതൽ ഒരു ഡിഫറൻസ് LDFും UDFും തമ്മിൽ ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് ഈ നിർണായകമാകാൻ പോകുന്ന ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഏറ്റവും നിർണായക സ്ഥാനത്തേക്ക് ഈ തിങ്കളാഴ്ചത്തെ കൗണ്ടിങ്ങിൽ വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതിൽ ഭൂരിപക്ഷവും LDFിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങൾ കൂടുതൽ ശക്തിയേറിയ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ഒരു ആനുകൂല്യം LDFിന് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഇടത് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം ഈ രീതിയിൽ ഉയരാൻ കാരണമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFിനെ സംബന്ധിച്ച് പറയുമ്പോൾ UDFിന് നിലവിൽ ഉണ്ടായിരുന്നതിൽ നിന്നും സീറ്റ് ഇരട്ടിയായി വർദ്ധിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ അത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഇടത് ക്യാമ്പിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ സീറ്റുകൾ ആ രീതിയിൽ തന്നെ നിലനിർത്തുക, അവിടെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇടത് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. അജിംഷാദ്, തെക്കൻ കേരളത്തിലെ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ് UDFിൻ്റേത്? ഏതൊക്കെ തരത്തിലാണ് LDF ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത്? NDAയുടെയും ചെറുതല്ലാത്ത ആത്മവിശ്വാസം പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പ്രൈം മണ്ഡലങ്ങളായി കാണുന്ന A ക്ലാസ് മണ്ഡലങ്ങളുള്ള പ്രദേശങ്ങളുടെ അടക്കമുള്ള വിവരങ്ങളാണ് നേരത്തെ ഷീജ നൽകിയത്. ഇനി നമുക്ക് മധ്യ കേരളത്തിലേക്ക് എത്തിയ അമൽനാഥ് പാടിച്ചാലിലേക്ക് പോവുകയാണ്. അമൽനാഥ് പാടിച്ചാൽ ഇപ്പോൾ ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ എറണാകുളത്ത് ഏതാണ്ട് 14-ൽ 5 സീറ്റ് മാത്രമാണ് LDFിനുള്ളത്. ബാക്കിയുള്ളിടങ്ങളിലെല്ലാം LDF അവരുടെ മേൽക്കൈ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് 9-ൽ 5 സീറ്റും LDFിനൊപ്പമാണ്, ഇടതുപക്ഷത്തിനൊപ്പമാണ്. കാരണം അതായത് പകുതിയിൽ കൂടുതലായി. അങ്ങനെ തൃശ്ശൂരിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 സീറ്റ് മാത്രമാണ് പോയിട്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ മധ്യ കേരളത്തെ സംബന്ധിച്ചുള്ള LDFിൻ്റെ പ്രതീക്ഷകൾക്ക് ഒരു കണക്കുണ്ട്. നമ്മൾ നേരത്തെ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതുപോലെ. പക്ഷേ UDF അവിടെയും കാണുന്നത്, കാരണം VD സതീശനൊക്കെ പറഞ്ഞു, അത് മലപ്പുറവും എറണാകുളവും ഒക്കെ ചേർത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. 2-3 ജില്ലകളിലായിട്ട് കൂടി നോക്കിയാൽ ഏതാണ്ട് 43 സീറ്റുകൾ തുടച്ചെടുക്കും എന്നൊക്കെ. അത് ഏത് അർത്ഥത്തിലാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും VD സതീശൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ മധ്യ കേരളത്തിൻ്റെ വിവരങ്ങൾ ഈ ആഫ്റ്റർ പോൾ എങ്ങനെയാണ് കാണുന്നത്? അജിംഷാദ്, മധ്യ കേരളത്തിൽ 50 സീറ്റുകളിൽ 34 സീറ്റുകളിലും LDFിൻ്റെ കൈവശമുള്ള സീറ്റുകളാണ്. 16 സീറ്റുകൾ മാത്രമാണ് UDFിൻ്റെ കയ്യിലുള്ളത്. അതിൽ എറണാകുളം ജില്ലയിൽ UDFിന് 9 സീറ്റുണ്ട്. ആലപ്പുഴ, തൃശ്ശൂർ,
അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലകളിൽ ഓരോ സീറ്റ് വീതവും, കോട്ടയം ജില്ലയിൽ 4 സീറ്റുമാണ് UDFിനുള്ളത്. മറ്റ് സീറ്റുകളൊക്കെ തന്നെ LDFിൻ്റെ സീറ്റുകളാണ്. അതായത് UDFിന് മധ്യ കേരളത്തിൽ ഇല്ലതിൻ്റെ ഇരട്ടിയിലധികം സീറ്റുകൾ LDFിന് ഉണ്ട് എന്നതാണ്. അതിൽ കൃത്യമായ കണക്ക് തന്നെ ഉണ്ട്. അത്തരത്തിൽ വലിയൊരു മേധാവിത്വം, അത് 2021 ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു മേധാവിത്വം ഉണ്ടായിട്ടുണ്ട്. അത് ഇത്തവണയും തുടരാൻ വേണ്ടി സാധിക്കും എന്ന പ്രതീക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതിൽ UDFിന് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസമുള്ള ഒരു ജില്ല അത് എറണാകുളം ജില്ലയാണ്. അജിംഷാദ് പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ 14 മണ്ഡലങ്ങളാണുള്ളത്. ആ 14 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളും UDFിൻ്റെ കൈവശമാണ്. 5 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷം വിജയിച്ചത്. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ 5 മണ്ഡലങ്ങൾക്ക് പുറമെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മണ്ഡലങ്ങൾ ഇത്തവണ തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിക്കും എന്ന ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. ഈ ഇടതുപക്ഷൻ്റെ കണക്കുകളടക്കം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. 5-ൽ കൂടുതൽ മണ്ഡലങ്ങൾ എറണാകുളത്ത് തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിക്കും എന്ന ഒരു പ്രതീക്ഷ നിലവിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ UDFിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും UDF തന്നെ വിജയിക്കും. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വം കാഴ്ചവെക്കും. കോട്ടയം ജില്ലകളിലടക്കം വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള നേട്ടം കൈവരിക്കും ാണ് UDF പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കോട്ടയം ജില്ലയിൽ മാണി വിഭാഗത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വം ഇത്തവണയും ഉണ്ടാകും. സിറ്റിംഗ് സീറ്റുകളൊക്കെ തന്നെ നിലനിർത്തുകയും അതിനു പുറമെ പാലയടക്കമുള്ള സീറ്റുകൾ തിരിച്ചുപിടിക്കും എന്നാണ് മാണി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ആത്മവിശ്വാസം. അത്തരത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ ആശങ്കകൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം UDFിൻ്റെ ശക്തി കേന്ദ്രമായ എറണാകുളം ജില്ലയിൽ ഒരു പക്ഷേ അട്ടിമറികൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ അട്ടിമറികൾക്ക് സാധ്യത എന്ന് പറയാൻ വേണ്ടി കാരണം UDFിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ ഈ ആഭ്യന്തര പ്രശ്നം മൂലം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പല വോട്ടുകളും നഷ്ടപ്പെട്ടേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. പെരുമ്പാവൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായ സാഹചര്യത്തിലടക്കം കോൺഗ്രസിലെ ഒരു വിഭാഗം കോൺഗ്രസിനെതിരെ തന്നെ അല്ലെങ്കിൽ UDFിനെതിരെ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. അത് പരസ്യ പ്രതിഷേധം തന്നെയായിരുന്നു. രാത്രിയിൽ പെരുമ്പാവൂർ ടൗണിൽ ഇറങ്ങിക്കൊണ്ട് പരസ്യ പ്രതിഷേധമാണ് കാണാൻ വേണ്ടി സാധിച്ചത്. സമാനമായ ഒരു സാഹചര്യം കൊച്ചി മണ്ഡലത്തിലും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാന ഘട്ടം വരെ ആരാകും സ്ഥാനാർത്ഥി എന്ന ഒരു വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട നേതാക്കൾ DCC പ്രസിഡന്റായിരുന്ന ഷിയാസ് ഉണ്ട്, ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസ് ഉണ്ട്. അങ്ങനെ 2 സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ 2 നേതാക്കളും സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി ഏറ്റവും അവസാന ഘട്ടം വരെ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു മണ്ഡലമാണ് കൊച്ചി മണ്ഡലം. അങ്ങനെ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരിച്ചടിയാകുമോ എന്ന വലിയ ഒരു ആശങ്ക നിലവിൽ UDFിനുണ്ട്. വലിയ ആത്മവിശ്വാസം പലപ്പോഴായി കുന്നത്തുനാട്, കോതമംഗലം അടക്കം കൊച്ചി, വൈപ്പിൻ, കളമശ്ശേരി എന്നിവയ്ക്ക് പുറമേ ഇപ്പോൾ പറഞ്ഞതുപോലെ പെരുമ്പാവൂരിൽ ഒരുപാട് ആഭ്യന്തര വിഷയം കോൺഗ്രസിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ 5-ന് പുറമേ LDF കാണുന്നു. ഈ 5 എന്തായാലും സേഫാണ്. ഈ 5-ന് പുറമേ LDF കാണുന്നു. മാത്രമല്ല ആലുവ, അവിടെ മാരിഫിനെ പോലെ ഒരു വളരെ ഹിറ്റ് മേക്കറാണ് ആലുവയിലുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ 2 സീറ്റ് നമ്മളുടെ തന്നെ കണക്കൂട്ടൽ കാണാവുന്നതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അതൊരു പക്ഷേ LDFിൻ്റെ പ്രതീക്ഷകൾ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് ഉയർത്തിക്കാണാവുന്നതാണ്. അവിടെയൊക്കെയാണ്. അപ്പോൾ UDF എവിടെയാണ് ഇത് നേടുന്നത് എന്നുള്ളതാണ് മധ്യ കേരളത്തെ സംബന്ധിച്ച് മനസ്സിലാകാത്തത്, അല്ലേ? അജിംഷാ, തീർച്ചയായും. അതായത് UDF പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല കണക്കുകളൊക്കെ തന്നെയും പറയുന്നുണ്ട്. തങ്ങൾ ഇത്ര സീറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ മേധാവിത്വം ഈ ജില്ലകളിൽ എറണാകുളം ജില്ലയിലും ഒക്കെ നടത്തുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ എവിടെയാണ് UDF ഈ മേധാവിത്വം കാണിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കുക എന്നൊന്നും ആ കണക്കുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി മണ്ഡലം, കളമശ്ശേരി, വൈപ്പിൻ, കോതമംഗലം, ഒപ്പം തന്നെ കുന്നത്തുനാട് ഇതൊക്കെ ഇടതുപക്ഷം കഴിഞ്ഞ തവണ 2021 നേടിയെടുത്ത മണ്ഡലമാണ്. അതിനു പുറമെ പല മണ്ഡലങ്ങളും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ AM ആരിഫ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണനുണ്ട്. അത്തരത്തിൽ നിരവധി കരുത്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ തന്നെ ഉള്ളത് ടൈസൺ മാസ്റ്ററാണ്. അവിടെ പോലും വലിയ രീതിയിലെ മത്സരമാണ് നടക്കുന്നത്. കാരണം VD സതീശൻ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിൽ, അതായത് അദ്ദേഹം വിജയിച്ചതിന് ശേഷം നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ മത്സരമാണ് ടൈസൺ മാസ്റ്റർ. കാരണം ടൈസൺ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സമീപത്തുള്ള ഒരു മണ്ഡലത്തിൽ വലിയ വികസനങ്ങൾ തീർത്ത ഒരു പ്രതിഭയാണ്.
ഒരു പരിണിതപ്രജ്ഞനായ വ്യക്തിത്വമാണ്. വലിയ സ്വീകാര്യനാണ് അദ്ദേഹം വ്യക്തിപരമായി. അവർ പറയുന്ന രാഷ്ട്രീയം മാത്രമല്ല, ഞാൻ പറഞ്ഞത് നമ്മളുടെ നിഷ്പക്ഷ നിരീക്ഷണത്തിൽ വ്യക്തിപരമായി കൂടി. അതുകൊണ്ട് വി.ഡി. സതീശൻ പോലും അവിടെ ടൈറ്റ് ഫൈറ്റിലാണുള്ളത്. തീർച്ചയായും ഈ കയ്പമംഗലം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ടൈസൺ മാസ്റ്റർ. അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നു. അതോടുകൂടി മത്സരം വളരെ ടൈറ്റ് ആവുകയായിരുന്നു. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അതായത് എറണാകുളം ജില്ല തൻ്റെ ജില്ലയാണ്, പക്ഷേ തനിക്കവിടെ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് പോലും ഇരിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. 14 മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസത്തിൽ പ്രചരണത്തിന്റെ തുടക്കത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു പ്രചരണത്തിന്റെ 2-3 ദിവസം കഴിഞ്ഞതിനു ശേഷം ഈ പ്രതിപക്ഷ നേതാവിന് തന്റെ മണ്ഡലം വിട്ടു പുറത്തു പോകാൻ, എറണാകുളം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോലും പ്രചരണത്തിന്റെ ഭാഗമായി പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് തനിക്കെതിരെയുള്ള സ്ഥാനാർത്ഥി വളരെ കരുത്തനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിയതോടുകൂടി ആണ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് തയ്യാറായത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ UDFന്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പോയി ഇത്തരത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പോലും വലതുപക്ഷത്തിന്റെ ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ പോലും ഇത്തവണ ഇടതുപക്ഷത്തിന് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രചരണ രംഗങ്ങളിലൊക്കെ തന്നെ നടത്താൻ വേണ്ടി സാധിച്ചു. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. അതോടൊപ്പം തന്നെ കണക്കുകൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതീക്ഷ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ റിസൾട്ട് വരുമ്പോൾ മധ്യ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള 34 സീറ്റുകളാണുള്ളത്. ആ 34 സീറ്റുകൾക്ക് പുറമെ മറ്റു സീറ്റുകൾ കൂടി നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന വലിയ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അജിം ഷാ. അതെ, അത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് കൊച്ചിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ മാറ്റങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ, അത് ആ ജില്ലയുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ ആ ജില്ലയിൽ ആകമാനമുള്ള മണ്ഡലങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അത് അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് പോയതിലുള്ള ഒരു റിഗ്രറ്റ് പിന്നീടുള്ള തൊട്ടടുത്ത സംഭവഗതികളിൽ, അത് തിരുവനന്തപുരത്തിൻ്റെതായാലും കൊച്ചിയുടെ ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ LDFന് അനുഗുണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഉള്ള ഒഴുക്ക് സാധ്യമാക്കുന്നതാണ്. നമുക്ക് മധ്യ കേരളത്തിലെ വിവരങ്ങൾ കേട്ടു. ഇനി നമുക്ക് മലബാറിലേക്ക് പോകാം, വടക്കൻ കേരളത്തിലേക്ക് പോകാം. നമ്മോടൊപ്പം ഇപ്പോൾ PV കുട്ടൻ കൂടി ചേരുകയാണ്. PV കുട്ടൻ, വടക്കൻ കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അതായത് മലപ്പുറത്തെ 16-ൽ 4 ആണ് LDFനുള്ളത്. അതൊഴികെ മറ്റുള്ള എല്ലാ ജില്ലകളിലും LDFന് വലിയ മേധാവിത്വമുണ്ട്. അത് കണ്ണൂരാകട്ടെ, ഈവൻ കാസർഗോഡ് പോലും 5-ൽ 3 LDFനൊപ്പം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വടക്കൻ കേരളം അത് അട്ടിമറിക്കാനാകുമെന്നൊക്കെയുള്ളതാണ് പ്രതീക്ഷ. വയനാടും അല്ലെങ്കിൽ വയനാട് 3-ൽ 1 മാത്രമേ LDFനോടൊപ്പം ഉള്ളൂ. പക്ഷേ വയനാട്ടിലെയും മലപ്പുറത്തെയും ആ UDF അനുകൂലമായി നിൽക്കുന്ന മണ്ഡലങ്ങൾ, ബാക്കിയുള്ളിടങ്ങളിലെല്ലാം പാലക്കാട് അടക്കം LDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജില്ലാടിസ്ഥാനത്ത് നോക്കുമ്പോൾ മണ്ഡലങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി ഇത്തവണ അതിനെ അട്ടിമറിക്കാനാകുമെന്നൊക്കെയാണ് UDF അവകാശപ്പെടുന്നത്. പക്ഷേ അല്ല, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത് നിലനിർത്തുകയും UDFൻ്റെ പലതും തിരിച്ചു പിടിക്കാനുമുള്ള ശേഷി തങ്ങൾക്കുണ്ട്. അതിനുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് LDF ആത്മവിശ്വാസവും പറയുന്നു. ഇങ്ങനെ ഇരിക്കവെയാണ് നമ്മൾ ഈ വിലയിരുത്തലിലേക്ക് പോകുന്നത്. ഇനി 24 മണിക്കൂറേ ഉള്ളൂ അറിയാൻ. അജിംഷാദ്, മലബാർ മേഖലയിൽ വടക്കൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 6 ജില്ലകളിലായി 60 മണ്ഡലങ്ങളാണ് ഉള്ളത്. എന്നിട്ട് ഇപ്പോഴത്തെ ഒരു നില വെച്ച് 2021 തെരഞ്ഞെടുപ്പിൽ ഈ 60 മണ്ഡലത്തിൽ 37 സീറ്റുകൾ LDFനാണ്. 23 സീറ്റുകൾ മാത്രമാണ് UDFനകത്തുള്ളത്. ആ UDF എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ലീഗാണ്. മലപ്പുറത്ത് 16-ൽ 13 മുസ്ലിം ലീഗിന്, 3 LDFനാണ്. അതോടൊപ്പം തന്നെ 13 UDFന്, അതിൽ കോൺഗ്രസിനും സീറ്റുണ്ട്. പക്ഷേ വലിയ ആധിപത്യം ലീഗിനാണ്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് MLA ഇല്ല. ഇവിടെയുള്ളത് UDFന് ആകെ 2 MLA എന്ന് പറയുന്ന ഒന്ന് കൊടുവള്ളിയിൽ UDFൻ്റെ ലീഗിൻ്റെ MK മുനീറായിരുന്നു, മറ്റൊന്ന് വടകരയിൽ RMP ആണ്. അങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോടിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ UDF എന്നൊരു സംവിധാനത്തിനകത്ത് ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം കൊണ്ടാണ് അത്രയെങ്കിലും സീറ്റ് 23 സീറ്റിലേക്ക് UDFന് എത്താൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസിന് വളരെ വിരലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണ് ഈ മലബാറിലെ 6 ജില്ലകളിലെ 60 മണ്ഡലങ്ങളുള്ളൂ. അപ്പോൾ ഈ 37 സീറ്റുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൽ പല മണ്ഡലങ്ങളും LDF വിജയിച്ച പല മണ്ഡലങ്ങളും
വലിയ ഭൂരിപക്ഷം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി LDFനെ വിജയിപ്പിച്ച വോട്ടർമാരാണ് മലബാറിലെ മണ്ഡലങ്ങളുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ, കഴിഞ്ഞ തവണ KK ശൈലജ ടീച്ചർ മട്ടന്നൂരൊക്കെ മത്സരിക്കുമ്പോൾ വലിയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് ജനങ്ങൾ അവരെ വിജയിപ്പിക്കുന്നത്. ഇത്തവണയും LDFൻ്റെ പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി തന്നെ ധർമ്മടത്ത് മത്സരിക്കുന്നു. അതിൻ്റെ ഒരു ആവേശം ഈ മേഖലയിലെ LDFിൻ്റെ അണികൾക്കും പ്രവർത്തകർക്കും വലിയ രീതിയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഏറ്റവും സ്റ്റാർ കാൻഡിഡേറ്റുകളാണത്. LDFിൻ്റെയും UDFിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാർ PM മുഹമ്മദ് റിയാസ്, MP രാജേഷ്, കടന്നപ്പള്ളി, AK ശശീന്ദ്രൻ, OR കേളു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, അതോടൊപ്പം തന്നെ KK ശൈലജ ടീച്ചർ, TP രാമകൃഷ്ണൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മത്സരിക്കുന്നു. അതോടൊപ്പം UDFിനാണെങ്കിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരുണ്ട്, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി നിലയെടുത്ത് നോക്കിയാലും K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഉള്ളൊരു കേന്ദ്രമെന്ന നിലയിൽ അത്തരത്തിലും ശ്രദ്ധേയമാവുന്നുണ്ട് മലബാറിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗം. ഏതായാലും അജിംഷാദ് പറഞ്ഞതുപോലെ ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ എക്സിറ്റ് പോളുകൾ ഏറ്റവും കൂടുതൽ UDF പ്രതീക്ഷിക്കുന്നത് മലപ്പുറം ജില്ലയാണല്ലോ. ഇപ്പോൾ PV കുട്ടൻ പറഞ്ഞു 3 സീറ്റ്, യഥാർത്ഥത്തിൽ 4ആണ്, നിലമ്പൂരിൽ പോയതോടുകൂടിയാണ്. പക്ഷേ നിലമ്പൂരിലുണ്ടായ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ആ 4 എന്നുള്ളത് നിലമ്പൂരും കൂടി കൂട്ടാം ആ അർത്ഥത്തിൽ. ഇപ്പോൾ നിലമ്പൂരില്ലെങ്കിൽ പോലും ഞാൻ അതുകൊണ്ടാണ് 4 എന്ന് സൂചിപ്പിച്ചത്. പക്ഷേ ആക്യുറേറ്റായി കുട്ടൻ പറഞ്ഞത് 3. പക്ഷേ ആ 4-ൽ ഉണ്ടാകുന്ന ഫൈറ്റുണ്ട് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ. കാരണം അവിടെ നിന്നിരുന്ന ആൾ LDFിൽ നിന്ന് മാറിയതും പിന്നീട് അയാൾ കൂടുതൽ റിവീൽഡായി, കൂടുതൽ അദ്ദേഹം തന്നെ കാട്ടിത്തന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്നൊക്കെ. അവരുടെ പാർട്ടി പോലും തള്ളുന്ന തൃണമൂലിലേക്ക് DMKയിലേക്ക് പോകുന്നു, തൃണമൂലിലേക്ക് പോകുന്നു, പിന്നീട് ആ തൃണമൂല് തന്നെ തള്ളുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ 4 കൂട്ടാമെന്ന് 21-ലെ കണക്കനുസരിച്ച് കൂട്ടാമെന്ന് പറയുന്നത്. പിന്നീട് എത്ര കണ്ട് മെച്ചപ്പെടുത്താമെന്നുള്ളതാണ്. പക്ഷേ ഒരു UDF മണ്ഡലമായ മലപ്പുറത്ത് പോലും അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാണേണ്ടത്, പാലക്കാടും കണ്ണൂരിനെയൊക്കെ സംബന്ധിച്ച് വലിയ മണ്ഡലങ്ങളുള്ള ജില്ലകൾ. അവിടെയും LDFിൻ്റെ പ്രതീക്ഷ പോവേണ്ട ഒരു സാഹചര്യവുമില്ല, ഭരണവിരുദ്ധ വികാരമില്ല. മാത്രമല്ല നിലവിലുള്ള MLAമാർക്കൊക്കെ വലിയ സ്വീകാര്യത MLAമാരെന്ന തലത്തിൽ, മുന്നണിയോ രാഷ്ട്രീയമോ എന്നല്ല, MLAമാരെന്ന തലത്തിലുണ്ട്. അത് പല സ്റ്റഡികളും ബോധ്യമാക്കിയതാണ്, നിഷ്പക്ഷ സ്റ്റഡികൾ, അവരുടെ മുന്നണിയുടെ വക്താക്കൾ പറയുന്നതല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ കൂടുതലായി ഉണ്ട്. PV കുട്ടൻ അല്ലേ? വികസനം വലിയൊരു അടിത്തറയാണ്, ക്ഷേമ പദ്ധതികൾ വലിയ അടിത്തറയാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇവർ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ച വികസന പ്രവർത്തനങ്ങൾ, അവർ നേരിട്ട് ജീവിതത്തിൽ അനുഭവിച്ച ഈ ക്ഷേമ പദ്ധതികൾ അവരുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിച്ചു എന്ന്, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ, അതോടൊപ്പം സ്ത്രീകൾ, നമ്മൾ ഈ 1000 രൂപ എന്നൊക്കെ പറയുന്നത് സംസ്ഥാനത്ത് ഏറ്റവും പുതുമയാർന്നൊരു പദ്ധതിയാണ്. അതൊക്കെ വീട്ടമ്മമാർക്ക് ഒരു പെൻഷൻ എന്ന നിലയിൽ ധനസഹായം നൽകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരമൊരു പ്രവർത്തനം ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പിണറായി സർക്കാരിൻ്റെ ഇടപെടലുകൾ, പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചിട്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ആനക്കമ്പയിൽ തുരങ്കപാതയൊക്കെ അതിൻ്റെ പണി ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതൊക്കെ പൂർത്തിയാവുന്നതോടുകൂടി വലിയൊരു ചരിത്രമാവും. കാരണം കോഴിക്കോടും വയനാടും തമ്മിലുള്ള യാത്ര, അതോടൊപ്പം വയനാട് ചുരത്തിലൂടെയുള്ള യാത്രാ ദുരിതം അത് പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ വിശാലമായ കാഴ്ചപ്പാടിലുള്ളൊരു ബൃഹത് പദ്ധതി വരുന്നു. അതൊക്കെ മലയോര മേഖലയിലെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. LDFിനോട്, പ്രത്യേകിച്ച് അവിടെയുള്ള MLAയോടും അത് മന്ത്രിമാരോടുമൊക്കെ മുഖ്യമന്ത്രിയോടുമൊക്കെ വലിയൊരു മമത ആ മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് നമുക്ക് പ്രാദേശികമായി പ്രദേശവാസികളിൽ നിന്നൊക്കെ തീർച്ചയായും ഇതാണ് ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന